ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറച്ച് കൂന്തൽ കിട്ടി, അതൊന്ന് റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഭയങ്കര വലിയ കുക്കിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ആളൊന്നുമല്ല കേട്ടോ ഞാൻ. പൊതുവേ ഞാൻ ഈ വെജ് ഐറ്റംസ് ഒന്നും അങ്ങനെ കുക്ക് ചെയ്തിട്ട് എനിക്കിതുവരെ ശീലമില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. നോൺ വെജാണ് ഞാൻ അധികം കുക്ക് ചെയ്തിട്ടുള്ളത്. നോൺ വെജിൽ ചിക്കൻ അതൊക്കെ തന്നെ കുക്ക് ചെയ്യാറുള്ളൂ. പിന്നെ ഈ ഫിഷ് ഐറ്റംസിൽ നോക്കുവാണെങ്കിൽ ചെമ്മീനും അതേപോലെ കൂന്തൽ, കണവ അങ്ങനെയൊക്കെ പറയുമല്ലോ, അതൊക്കെ ഞാൻ കുക്ക് ചെയ്ത് അധികം അങ്ങനെ സക്സസ് ആയിട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കൂന്തൽ റോസ്റ്റാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോർമലി ഞാൻ ഈ കൂന്തൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ചേച്ചി കുക്ക് ചെയ്തിട്ടാണ് ഞാനത് മോസ്റ്റ്ലി ഞാൻ കഴിച്ചിട്ടുള്ളത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ചേച്ചി ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ അതൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ കൂന്തൽ റോസ്റ്റ് കുറച്ചധികം സ്പൈസിയിൽ നമുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപേ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓൾറെഡി ഞാൻ തക്കാളിയും സവാളയും വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചധികം പച്ചമുളക് വേണം, കാരണം കുറച്ച് സ്പൈസി ആക്കിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഇതേപോലത്തെ കുറച്ചധികം മുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല ഉണ്ട മുളക്, അതിന് നല്ല എരിവായിരിക്കും കേട്ടോ, അതുകൊണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്, അതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതി. അപ്പോൾ നമുക്ക് ഈ ഒരു സവാളയുടെ തൊലി ഒന്ന് പീൽ ചെയ്തെടുക്കാം. അതേപോലെ ഇതെല്ലാം ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യാം. എല്ലാമല്ല, നമ്മളുടെ തക്കാളിയും സവാളയും ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുറച്ചുകൂടെ ഈസി ആയിട്ട് അത് പെട്ടെന്ന് തീരുകയും ചെയ്യും. അത് സോട്ട് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് വാടി കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഫുള്ള് വാഷ് ചെയ്ത ശേഷം ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതേപോലെ ചതയ്ക്കുന്ന കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല പേസ്റ്റ് പരുവം പോലെ അങ്ങനെ ആക്കണ്ട, കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ടുള്ള പരുവം ഉണ്ടാവില്ലേ, ആ ഒരു പരുവത്തിലേക്കാണ് ഞാനിത് ചതച്ചെടുക്കുന്നത്. അപ്പോൾ എനിക്ക് നോർമലി ഈ നമ്മൾ സവാളയും അതൊക്കെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിടുന്നതിനെക്കാട്ടിലും കൂടുതൽ എനിക്കിഷ്ടം ഇങ്ങനെ ചോപ്പറിലിട്ടിട്ട് ഭയങ്കര ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് കറിവേപ്പില, നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും കറിവേപ്പില കുറച്ചധികം വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ അത് വാഷ് ചെയ്തിട്ട് നമുക്ക് കറിയിലോട്ട് ഇടാം. അപ്പോൾ ഇത്രയും കൂന്തലാണ് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ അതിൽ കുറച്ച് മസാലപ്പൊടി, നോർമൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ മൺചട്ടി ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഓയിൽ ചൂടായ ശേഷം ബാക്കി ഐറ്റംസൊക്കെ നമുക്ക് പെട്ടെന്ന് ഇട്ടിട്ട് വേഗം റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളുടെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. അതിട്ടിട്ട് കരിയാതെ പെട്ടെന്ന് സോട്ട് ചെയ്ത ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ 2-3 എണ്ണം ഇങ്ങനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നടു കീറിയിട്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു ഇതെല്ലാം സോട്ടായിട്ട് നമ്മളുടെ സവാള ഒന്ന് വാടി ഒന്ന് സോഫ്റ്റായി വരുമല്ലോ, ഈ കളറൊക്കെ മാറി വരുമ്പോൾ നമ്മൾക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ആദ്യമേ ഞാൻ ഇടാഞ്ഞത് പെട്ടെന്ന് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചതല്ലേ, അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് അത് പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം തക്കാളി ഇടാഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സായി എല്ലാം ഒന്ന് മാറി പച്ചമണമൊക്കെ മാറി വന്ന ശേഷം നമുക്ക് മസാല പൗഡേഴ്സ് എല്ലാം ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആദ്യം ഇട്ട് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് സോട്ടാക്കിയിട്ട് കൊടുത്തു, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നേരത്തെ സവാള വാടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മാറിനേറ്റ് ചെയ്യുമ്പോഴും കൂന്തലിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാമെന്ന് വിചാരിച്ചു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്പൈസി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം കുരുമുളക് പൊടിയാണ് എപ്പോഴും ഇട്ട് കൊടുക്കാറ്. എല്ലാം കൂടെ സോട്ടായി അതിൻ്റെ ആ മസാല പൗഡറിൻ്റെ ഇതൊക്കെ ഒന്ന് മാറിയ ശേഷം പച്ചമണം മാറിയ ശേഷം നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ച് കുറച്ചധിക സമയം നമ്മൾ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്.
ഇനി നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്നും കൂടെ തുറന്ന് വെച്ച് അതിലെ വെള്ളമൊക്കെ ഒന്നുകൂടെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കൂടെ ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മളുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.